രമ പറഞ്ഞിരിക്കുന്ന ഒരു വാദം വി എസിൻ്റെ നിലപാടുകളോട് യോജിച്ച് നിലപാടെടുത്തതിൻ്റെ പേരിലാണ് CPM ഒരു വിഭാഗം അദ്ദേഹത്തെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചത്. വി എസ് തന്നെ അതിന് നിലപാട് മാറ്റി ആ തരത്തിലാണ് ആക്ഷേപം വന്നത്. അതെ, അവർക്കത് അവരെ ആരാണോ ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് പാർട്ടിക്ക് ആധികാരികമായി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ളത് വ്യക്തമാണല്ലോ, വ്യക്തമായിട്ട് പുറത്തു കൊണ്ടുവന്നല്ലോ. അപ്പോൾ അവർ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ കൊട്ടേഷൻ സംഘം തന്നെയാണ് പുറത്ത് സാക്ഷികളെ ചേരിമാർത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പണം കൊടുത്തും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഇത് ഫോണിൽ അവരോടൊക്കെ സംസാരിക്കാവുന്ന അവസരം ഒരുക്കി കൊടുത്തു. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് സാക്ഷി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ശരിയാക്കി കളയും എന്നെല്ലാം ഫോണിൽ അവരോടെല്ലാം സംസാരിച്ച് ഭീഷണിപ്പെടുത്തി പലരെയും മാറ്റിയല്ലോ. ഇതെല്ലാം നടന്നതല്ലേ. ഈ വസ്തുതകളാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത്. അതിനെ എൻ്റെ ഒരു ചേരിമാറ്റമായിട്ടാണ് വ്യാഖ്യാനിച്ചിട്ട് തടിതപ്പാൻ അവർ നോക്കുന്നത്. വി എസിന് പ്രതിപക്ഷ സ്ഥാനം നിലനിർത്താനും പോളിറ്റ് ബ്യൂറോയിലേക്ക് അതൊന്നും എൻ്റെ പ്രശ്നമേ അല്ല. ഞാനിത് പാർട്ടിയിൽ ഇതേ സംബന്ധിച്ച് കലാപം നടത്തുമ്പോൾ ചന്ദ്രശേഖരൻ്റെ കൊലപാതകളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള ആവശ്യത്തെ ആസ്പദമാക്കിയിട്ടാണ് അത് നേരിട്ട് പറയുകയും നിരവധി കത്തുകളിലൂടെ പ്രകാശ് കാരാട്ടിനെയും പോളിറ്റ് ബ്യൂറോയെയും അതിന് പ്രേരിപ്പിക്കുകയും അവസാനം അവരത് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യാവസ്ഥ പുറത്തു വരികയും ചെയ്തു. ഇതിന്റെ ഉള്ളിലൊരു പുറത്തുള്ളൊരു സംസാരം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച കാര്യമോ, ആരൊക്കെയാണ് അന്വേഷണ കമ്മീഷൻ, അത് പറയാൻ പാടില്ലല്ലോ. അതൊന്നും പാർട്ടി രഹസ്യമായിട്ടുള്ള അന്വേഷണമല്ലേ നടത്തുന്നത്. ഇനിയും അങ്ങനെ നടത്തേണ്ടത് അല്ലേ. അതുകൊണ്ട് അതിൻ്റെ ആളുകളുടെ പേരൊന്നും പറഞ്ഞു എന്നത് ശരിയല്ല. അതേ അവസരത്തിൽ തന്നെ അന്വേഷിച്ച വസ്തുത പുറത്തു പറഞ്ഞു. അതേസമയം ഇതിലിപ്പോ കോടതി ശിക്ഷിച്ചപ്പോ കുഞ്ഞനന്ദനും മനോജൊക്കെ അടക്കമുള്ള അവരടക്കമുള്ള പാർട്ടിയുടെ ആൾക്കാർ അവരെയൊന്നും പാർട്ടിയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടില്ല. അവര് നിരപരാധികളാണ് കോടതി കണ്ടത്. നിരപരാധികളാണെന്നും വരുന്നില്ല. പാർട്ടിയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യം പുറത്തു പറഞ്ഞിട്ടുണ്ട്. അവരെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അല്ല, ഒരാളെയാണ് പുറത്താക്കിയത്. ഇത്രയും വലിയൊരു കൊലപാതകം കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് അവിടെ തന്നെയുള്ള തടവുകാരായിട്ടുള്ള 6-7 പേര് കൊട്ടേഷൻ സംഘത്തിൽപ്പെടുന്നവരാണല്ലോ. അവരെ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. പണം മതി. ആ ഇടയ്ക്ക് ഇവർ ഉന്നയിച്ചിരുന്നെങ്കിൽ കണ്ണൂരിലെയും കോഴിക്കോടെയും CPM നേതാക്കൾ അറിഞ്ഞിട്ടാണ്. അതെല്ലാം ഒരു പ്രചരണമാണ്. അതൊരു പ്രചരണമാണ്. ആ പ്രചരണമാണ് വ്യാപകമാക്കിയിരിക്കുന്നത്. അവർ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള CPIM-നെ ഒരു കാപാലിക പാർട്ടിയായിട്ടാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. ആണോ കാപാലിക പാർട്ടിയാണോ ഇത്? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടി കയ്യൂർ സമരം നടത്തി 4 കൃഷിക്കാരൻ്റെ മക്കളെ തൂക്കുമരമേറ്റിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ കൂടിയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നാടുവാഴിത്വത്തിനും രാജാധിപത്യത്തിനും ദിവാൻ ഭരണത്തിനുമെതിരായി പോരാടിയാണ് പുന്നപ്രയിൽ 100 കണക്കിന് ആളുകളും വയലാറിൽ 1000-ഓളം ആളുകളും വെടിയേറ്റ് മരിച്ചത് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ കയ്യൂരും കരിവള്ളൂരും കാവുമ്പായിയും പുന്നപ്രവയലാറും പോലുള്ള നിരവധി സമരങ്ങളിൽ ധീരോചിതം പോരാടി വീരമൃത്യു വരിച്ചിട്ടുള്ള പാർട്ടിയെ ഈ തരത്തിൽ അവഹേളിക്കാൻ ശ്രമിച്ചാൽ അതിന് കൂട്ടുനിൽക്കാൻ കഴിയുമോ? കൂട്ടുനിൽക്കാൻ കഴിയില്ല. ആ നിലയിലാണ് ചന്ദ്രശേഖരൻ പ്രശ്നം ഉയർത്തിക്കൊണ്ട് ഞാനൊരു അവസരവാദിയാണെന്ന് ചിത്രീകരിക്കാൻ ചില പാർട്ടികൾ ശ്രമിക്കുന്നത്. അതിനെ കോൺഗ്രസ് മുതലെടുക്കുകയാണ്. ചന്ദ്രശേഖരനെ തന്നെ വകവരുത്താൻ ശ്രമിക്കുന്ന കാര്യം ചന്ദ്രശേഖരൻ തന്നെ ഈ ഭരണാധികാരികളെ അറിയിച്ചിട്ടും അവരെന്ത് ചെയ്തു? വളർന്നു വരുന്ന ഒരു RMP അത് വളർന്നാൽ CPIM പോലെ തന്നെ ആയിരിക്കും കോൺഗ്രസ്സിന് ശത്രുവായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടൊരു ചുക്കും ചെയ്തില്ല. അതിന് അവരെ കൂട്ടിക്കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ രമയെ പോലുള്ള അവരുടെ ബന്ധുക്കളോ തയ്യാറായിട്ടുണ്ടോ ഇതുവരെ? ഇപ്പോൾ രമ പറയുന്നത് ഞങ്ങൾ 14 സ്ഥലത്ത് മത്സരിക്കുന്നു, കോൺഗ്രസിൻ്റെ വാലാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ മത്സരിക്കാൻ പോകും, ഞങ്ങൾ മിണ്ടാതിരുന്ന് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യലേ ചെയ്യുള്ളൂ. അതെല്ലാം ഇപ്പോഴത്തെ പുതിയ ചോദ്യങ്ങളാണ്. കാരണം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാതെ തന്നെ കഴിഞ്ഞ തവണ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ജയിച്ചത് ഒരു കാൻഡിഡേറ്റായിട്ട് ചന്ദ്രശേഖരൻ നിന്നതുകൊണ്ടാണ്. ജയിക്കണമെന്നില്ല. വോട്ടുകൾ ഭിന്നിപ്പിക്കും എന്നുള്ള RMPയും കോൺഗ്രസിൻ്റെയും എല്ലാം തന്നെ വോട്ടുകൾ കുറേയെങ്കിലും ഭിന്നിപ്പിക്കാനുള്ള ഒരു കാൻഡിഡേറ്റായിട്ട് അവരെ കൊണ്ടുവരാം. ചെറിയ തോതിൽ CPIM-നെയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ തരത്തിൽ കോൺഗ്രസിനെയോ ഭിന്നിപ്പിക്കാനിടയാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പ്രചരണ ജാഥകൾ വേണ്ട എന്ന് ഇവർ നിർദ്ദേശിച്ചപ്പോൾ ഉടനെ തന്നെ നിർത്തി. അതേപോലെ തന്നെ വേറൊരുള്ളത്, ഇപ്പോൾ ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുപോയി.
എം വി രാഘവൻ പോയി, ഇങ്ങനെ പോയ പ്രമുഖ നേതാക്കളൊക്കെ അവർ പോയി UDFന്റെ സങ്കേതത്തിലാണ് ചെന്ന് അടിഞ്ഞത്. CPM ഏത് തരത്തിലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നശിപ്പിക്കുക അല്ലെങ്കിൽ അതിനെതിരെ നിലപാടെടുക്കുക എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് ഗൗരിയമ്മ മുതൽ പോയ പ്രമുഖ നേതാക്കൾ മുഴുവൻ ചെന്നത് UDFന്റെ പാളയത്തിലാണ്. പക്ഷെ ചന്ദ്രശേഖരൻ CPMൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടും അദ്ദേഹം UDFന്റെ പാളയത്തിലേക്ക് പോയില്ല. അദ്ദേഹം ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ഉണ്ടാക്കി അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം UDFലേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനെ പാർട്ടി ഇത്രയും ശക്തമായിട്ട് നേരിടുകയും ഇത് ചെയ്യില്ലായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ശത്രുവായി കണ്ട് വകവരുത്തിയത് എന്നാണ് ഒരു ആക്ഷേപമുള്ളത്. അതെ, അതും ശരിയല്ലെന്നില്ല. കാരണം അതുകൊണ്ടാണല്ലോ ഇവർ രണ്ടുപേരെയും ചന്ദ്രശേഖരൻ തന്നെ വിവരം കൊടുത്തിട്ടും ഇവർ രണ്ടുപേരെയും യാതൊരു സംരക്ഷണത്തിനുള്ള നടപടി സ്വീകരിച്ചില്ലല്ലോ. അത് CPIM-നെ പോലെ തന്നെ വളർന്നു വരുന്നൊരു റവല്യൂഷണറി പാർട്ടിയാണ്. അത് വളർന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് കോൺഷ്യസ് ആയിട്ട് തൊലയുന്നെങ്കിൽ തൊലഞ്ഞോട്ടെ എന്നുള്ള നിലയിൽ ഒരു സഹായം ചെയ്യാതിരുന്നത്. അതാണ് ഞാനിപ്പോൾ ഉന്നയിച്ചിട്ടിരിക്കുന്ന ആക്ഷേപം. പിന്നെ എന്നോട് RSP നേതാവ് അല്ല മറ്റേ പ്രേമചന്ദ്രൻ ഇങ്ങനെ പോയല്ലോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഇതേ കൂട്ടത്തിൽ നിന്ന് തന്നെയല്ലേ ഗൗരിയമ്മയും കൂട്ടരും? അത് വിട്ടിട്ട് ഇപ്പോൾ CPI അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ആ ചോദ്യം ചോദിക്കുന്നവർക്ക് ഇത് തീർപ്പിട്ട് ചിന്തിക്കാൻ കഴിയാത്തത് എന്താ? ഗൗരിയമ്മയും കൂട്ടരും എല്ലാം തന്നെ ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികളുടെ സ്ഥാനാർത്ഥിയായ ചന്ദ്രബാബുവിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആലപ്പുഴയിലെ യോഗത്തിൽ അവർ പങ്കെടുത്തിരിക്കുന്നതാണ്, പ്രസംഗിച്ചതാണ്. അപ്പം മാറ്റമെന്ന് പറയുന്നത് ഒരു വശത്തേക്ക് മാത്രമല്ല, ഗൗരിയമ്മ CPM-ലേക്ക് തിരിച്ചു വരണം എന്നുള്ള അഭിപ്രായം എന്നുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. CPIM-ലേക്ക് അല്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് അവരുടെ പാർട്ടിയെയും കൂടെ ഉൾക്കൊള്ളിക്കണം, മുന്നണിയായിട്ട് അംഗീകരിക്കണം എന്നുള്ള നിലയിൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും എന്നുള്ള രീതിയിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മതേതര പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസിനെ എന്തൊക്കെ പറഞ്ഞാലും BJPയുടെ ഇതിലല്ല CPM കണക്ക് കൂട്ടുന്നത്. CPM തീർച്ചയായിട്ടും മതേതര പാർട്ടികളിൽ പെടുന്നതാണ്. ഇങ്ങനെ ഭിന്നിച്ച് നിന്നാൽ സ്വാഭാവികമായിട്ടും BJP അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥയല്ലേ ഉണ്ടാവും? BJP അധികാരത്തിൽ വരിക എന്നുള്ള പ്രശ്നമില്ല. കാരണം വാജ്പേയിയും അദ്വാനിയും കൂടെ ശ്രമിച്ചിട്ട് ബാബരി മസ്ജിദ് തകർത്തു. പക്ഷേ അതേപോലെ തന്നെയുള്ളൊരു ആക്രമണമാണ് ഗുജറാത്തിൽ മോഡിയുടെ നേതൃത്വത്തിൽ നടന്നത്. 3000-ഓളം ആളുകളെ, മുസ്ലിമുകളെയാണ് കശാപ്പ് ചെയ്തത്. അങ്ങനെയുള്ളൊരു കശാപ്പുകാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുക എന്നുള്ളത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യബോധമുള്ള ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളത് തർക്കമില്ല. അതിനെ ശരിക്കും ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് യാതൊരു കാരണവശാലും ഈ ദുഷ്ടശക്തികൾ അധികാരത്തിൻ്റെ അയലത്ത് പോലും എത്താൻ കഴിയാത്ത വിധത്തിലുള്ള സ്ഥിതിയിലേക്ക് അവരെ ഒറ്റപ്പെടുത്തണമെന്ന ക്യാമ്പയിനാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. കോൺഗ്രസിനും UPA ഗവൺമെൻറ്റിനും അതേപോലെ തന്നെ RSS BJP മോഡി വിഭാഗങ്ങൾക്കും എതിരായിട്ടുള്ള ക്യാമ്പയിനാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല പോലെ ജനങ്ങളുടെ ഇടയിൽ ഏശി തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഘട്ടം കഴിയുമ്പോഴേക്ക് അതിൻ്റെ രൂപഭാവങ്ങൾ മാറുക തന്നെ ചെയ്യുമെന്നാൽ ഞങ്ങൾക്ക് സംശയമില്ല.